സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കോട്ടയം ജില്ലയിൽ അടുത്ത 3 മണിക്കൂർ റെഡ് അലേർട്ടാണ്. കണ്ണൂരിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, പത്തനംതിട്ട, വയനാട്, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒപ്പം തന്നെ ഡാമുകളിലും അലർട്ടുണ്ട്. കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പെരിങ്ങൽകൂത്ത് ഡാമുകളിലൊക്കെ റെഡ് അലേർട്ടാണ്. കോട്ടയത്ത് പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ തുടരുന്ന അതിശക്തമായ മഴയ്ക്കൊപ്പം ജലനിരപ്പൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. ജലനിരപ്പ് താഴാത്തതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലും മഴക്കെടുതി മൂലമുള്ള ദുരിതം തുടരുകയാണ്. പ്രശാന്ത് ജോസഫും കിരൺകുമാറും അനഘ റീജ ഭരതനൊക്കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്ത് ജോസഫിലേക്കാണ്. പ്രശാന്ത്, സംസ്ഥാനത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് 8 ജില്ലകളിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ അടുത്ത 3 മണിക്കൂറിൽ റെഡ് അലേർട്ടാണ്. രാത്രിയൊക്കെ ശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് രാവിലെ ഒരു നിലവിലെ സാഹചര്യം? തീർച്ചയായും കോട്ടയം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം റെഡ് അലേർട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കോട്ടയം ജില്ലയിൽ ഇന്നലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടവിട്ട മഴയായിരുന്നു എന്നതുകൊണ്ട് വലിയ അപകട സാധ്യതകൾ നിലവിലില്ല. എന്നാൽ പുലർച്ചയോടുകൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും ജലനിരപ്പ് കാര്യമായ മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ജലനിരപ്പ് ഉയർന്നു നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നും ഏകദേശം 3 അടിയോളം മാത്രമാണ് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നത്. ഇന്നലെ പുലർച്ചയ്ക്ക് ശേഷം കാര്യമായ ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. അതേസമയം 151 ക്യാമ്പുകൾ വരെ ജില്ലയിൽ തുറന്നിരുന്നു. അതിപ്പോൾ 134 കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം 151 ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് 10,000-ൽ താഴെ ആളുകളാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 12,000-ൽ പരം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായി വെള്ളക്കെട്ട് തുടരുന്നതിനാൽ വീടുകളിൽ കഴിഞ്ഞ് വന്നിരുന്നവർക്ക് വീണ്ടും വീടുകളിൽ തന്നെ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ പല വീടുകളിലേക്കും ജലനിരപ്പ് വെള്ളം താഴ്ന്ന വീടുകളിലേക്ക് ആളുകൾ മടങ്ങിയെത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആളുകൾ വീടുകൾ ശുചീകരിച്ച് വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു. എന്നാൽ കൂടുതൽ ആളുകൾ ഇന്നും നാളെയും ഒക്കെയായി വീടുകളിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വീണ്ടും മഴ ശക്തമാവുകയും റെഡ് അലർട്ട് വരികയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ജലനിരപ്പ് താഴാതെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത് ആളുകളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇന്നലെ മന്ത്രിമാരായ മോൻസ് ജോസഫും അതേപോലെ AP അനിൽകുമാറും ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആളുകൾക്ക് ഭക്ഷണവും മരുന്നും. പ്രശാന്ത്, അതിലേക്കാണ് ഈ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ കോട്ടയം ജില്ലയിൽ ഇടവിട്ടിടവിട്ടാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ അടുത്ത 3 മണിക്കൂറാണ് റെഡ് അലർട്ട്. ഈ കിഴക്കൻ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ ജലാശയങ്ങളിലൊക്കെ ഈ ജലനിരപ്പ് ഉയർന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മീനച്ചിലാറ്റിലൊക്കെ. അപ്പോൾ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒട്ടേറെ പേരുണ്ട്. ആ രീതിയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇന്നലെ 2 മന്ത്രിമാർ പ്രത്യേകിച്ച് വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ ക്യാമ്പുകൾ സന്ദർശിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ കളക്ടർ നേരിട്ട് ക്യാമ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളെയും ഒക്കെ വിളിച്ചു ചേർത്ത് മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ക്യാമ്പുകളുടെ പ്രവർത്തനം സുഗമമായി പുരോഗമിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 2 ദിവസം മുമ്പ് ചങ്ങനാശ്ശേരി താലൂക്കിലെ ഒരു ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. എന്നാൽ ഇതൊക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലായും സ്കൂളുകളിലും ഓഡിറ്റോറിയങ്ങളിലുമൊക്കെയാണ് ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ മതിയായ ശുചിമുറി സൗകര്യങ്ങളും ശുദ്ധജല ലഭ്യതയും ഭക്ഷണവുമൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ 2 ക്യാമ്പുകളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരായ മോൻസ് ജോസഫും AP അനിൽകുമാറും സന്ദർശനം നടത്തിയിരുന്നു. മോൻസ് ജോസഫ് വൈക്കം താലൂക്കിലും AP അനിൽകുമാർ ചങ്ങനാശ്ശേരി
ചങ്ങനാശ്ശേരി താലൂക്കുകളിലെയും ക്യാമ്പുകളിലാണ് സന്ദർശനം നടത്തിയത്. ഇവിടെ എത്തിയ ആളുകളോട് നേരിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മന്ത്രി AP അനിൽകുമാർ സൂചിപ്പിച്ച ഒരു കാര്യം, ധാരാളം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നുണ്ട്. സ്വന്തം വീടുകളിൽ കഴിയുന്നവരുമുണ്ട്, വെള്ളം കയറിയ വീടുകളിൽ തന്നെ ഇപ്പോഴും കഴിയുന്നവരുമുണ്ട്. ഏതായാലും പ്രളയത്തിൻ്റെ ഒരു ദുരിതാശ്വാസം അത് ഇത്തരക്കാർക്കും ലഭിക്കും. ക്യാമ്പുകളിൽ എത്തണമെന്ന് നിർബന്ധമില്ല. അല്ലാത്തവർക്കും ഈ 10,000 രൂപ, വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും 10,000 രൂപ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയത്. അതേപോലെ തന്നെ എല്ലാ ക്യാമ്പുകളിലും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ, അതേപോലെ തന്നെ കുടിവെള്ളം, മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനോടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് കാര്യമായി താഴാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ തുടരുകയും ചെയ്യുമ്പോൾ ഏതായാലും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വീണ്ടും ക്യാമ്പുകളിലേക്ക് എത്തുമെന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ വെള്ളക്കെട്ട് കൂടുതൽ സമയം നിലനിൽക്കുന്നത് റോഡുകളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും ഒക്കെ ബലക്ഷയത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ആളുകൾ വീടുകളിലേക്ക് ഇനി മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ ദിവസങ്ങൾ വെള്ളക്കെട്ട് നിന്ന വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോട്ടയത്ത് മഴക്കെടുതി രൂക്ഷമാണ്. പ്രശാന്ത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയും കിഴക്കൻ മേഖലയിൽ പലയിടങ്ങളിലുമൊക്കെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. അടുത്ത 3 മണിക്കൂർ കോട്ടയം ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് ആ ജാഗ്രതയും മുൻകരുതലുകളുമൊക്കെ എല്ലാവരും പാലിക്കണം.